അങ്ങ് വരുന്നത്, ഇപ്പം തന്നെ അങ്ങ് പോകും വേണം. അപ്പോൾ ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രോഗ്രാമായിട്ട് ഇതിനെ കാണാനുള്ള കാരണം നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് വളരെയധികം പ്രൗഡ്ഫുൾ ആണ് ആസ് എ ഗൈഡ് ഫോർ ദം. ഇങ്ങനൊരു പ്രോഗ്രാമിൽ വന്ന് ഇതിലൊരു ചീഫ് ഗസ്റ്റ് ആവാൻ പറ്റുന്നു, ഇതിലൊരു ഇനോഗ്രൽ സെഷൻ്റെ പാർട്ടാകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും നമുക്ക് മൂല്യവത്തായിട്ടുള്ള കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിലും ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിനും അതിൽ എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിനുള്ള നന്ദി ആദ്യം ഞാൻ അറിയിച്ചാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സൊസൈറ്റിയിൽ പല രീതിയിൽ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നതിനേക്കാളും നമ്മൾ ട്രാൻസ്ഫോം ചെയ്തവർ അത് മറ്റുള്ളവർക്ക് വർധനവുണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോഴാണ് ശരിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റാം. അറിവിൻ്റെ നോളജിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിവ് കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതാണ് പറയുന്നത്. അറിവ് ഏറ്റവും വലിയൊരു സമ്പത്താണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നോളജ് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. പണം എന്ന സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ പോലും നമുക്ക് അറിവ് വേണം. കുടുംബം എന്ന സമ്പത്ത് നിലനിർത്തണമെങ്കിലും നമുക്ക് അറിവ് വേണം. ആരോഗ്യം എന്ന സമ്പത്ത് നിലനിർത്തണമെങ്കിലും നമുക്ക് അറിവ് വേണം. അപ്പോൾ ഇവിടെയുള്ള മറ്റെല്ലാ സമ്പത്തുകളും സമ്പത്തായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അറിവാണ്. അപ്പം അത്തരം ഒരു അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ആ അറിവിൻ്റെ പകരൽ ശരിയായ രീതിയിൽ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റൽ, അത് പകർന്നവർ മറ്റുള്ളവർക്ക് പകരുന്ന ഒരവസ്ഥയിലേക്ക് അറിവൊരു പകർച്ച വ്യാധിയായി മാറണം, അല്ലേ? അപ്പോൾ ശരിയായ രീതിയിലേക്ക് അറിവിൻ്റെ അർത്ഥതലങ്ങൾ എത്തുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധ്യമാക്കൽ ഇവിടെ അഫ്സലിൻ്റെ നേതൃത്വത്തിലൂടെ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള കോച്ചസിൻ്റെ ഒക്കെ നേതൃത്വത്തിലൂടെ നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ഗൈഡ് എന്ന രീതിയിൽ ഇതിനേക്കാളും വലിയ ഹോണറിങ് ഒന്നും നമുക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ ഗുരു ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഡോക്ടർ വിജയൻ സാർ, അദ്ദേഹം പറഞ്ഞ് കേൾക്കാറുണ്ട്, ഫൈൻ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, നമുക്കൊരു ലോകത്തിൽ നോബൽ സമ്മാനമൊക്കെ കിട്ടുന്നതിനേക്കാളും എത്രയോ വലുതാണ് നമ്മൾ ആരുടെയെങ്കിലും ലൈഫിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് കാണുമ്പോൾ, കൺമുന്നിൽ റിസൾട്ടായിട്ട് കാണാൻ പറ്റുമ്പോൾ അതിനേക്കാൾ വലിയ സമ്മാനവും നമുക്ക് കിട്ടാനില്ല. അപ്പം എനിവേ ഇന്നത്തെ എൻ്റെ ദിവസത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാവിധ ആശംസകളൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇനോഗ്രേഷൻ എന്നൊരു കർത്തവ്യം ഫോർമാലിറ്റിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സിംപ്ലി ഓൾറെഡി ഈ പ്രോഗ്രാം, ഈ ഒരു യുണീക്നെസ് ഫെസ്റ്റ്, അതിനെ ഒഫീഷ്യലി ഇൻ ദ നെയിം ഓഫ് ദ ഓൾമൈറ്റി, ബിക്കോസ് ഓൾ ദ വേദിക് ബുക്സ് പ്രൊമോട്ട്സ് ലേണിംഗ് വിസ്ഡം, അറിവ് നേടുക, അതിലൂടെ സമ്പന്നരാകുക, വിദ്യാസമ്പന്നരാകുക എന്നത് എല്ലാ വേദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് ടു ദ ഹോളി ഖുർആൻ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഏറ്റവും ഔന്നത്യത്തിലുള്ള ആ വെളിച്ചത്തിൻ്റെ ചിന്തയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് കൂടി അറിയിക്കുകയാണ്. ദെൻ കുറച്ച് സമയം എനിക്ക് കുറച്ച് സമയം ഇവിടെ തന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എൻലൈറ്റൻ ചെയ്യാനും സംസാരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാജിദിനെ വിളിച്ചു വെച്ച് ഞാൻ എന്താണ് അവിടെ സംസാരിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ആക്ച്വലി നമ്മുടെ തീം ഇറ്റ്സ് ഓൾ അബൌട്ട് യുണീക്നെസ്, എങ്ങനെ യുണീക്ക് ആവുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിൽ പല ആൾക്കാർക്കും വ്യത്യസ്തരാകണം, യുണീക്ക് ആകണം താല്പര്യമുണ്ട്. ഉണ്ടോ നിങ്ങൾക്കൊക്കെ? വ്യത്യസ്തരാകണം, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒന്ന് യുണീക്ക് ആവണം, നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാക്കണം, നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുള്ളത് വ്യത്യസ്തരാകാനും യുണീക്ക് ആവാനും വേണ്ടി പരിശ്രമിക്കും. എന്നാൽ യുണീക്ക് ആവാൻ ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുള്ള കുറച്ച് സീക്രട്ടുകൾ, കുറച്ച് തിയറീസ് അല്ലെങ്കിൽ കുറച്ച് ലോസ് ഷെയർ ചെയ്തോട്ടെ? നിങ്ങൾ ഓപ്പൺ ടു റിസീവ് ആണോ? ഇനിയിപ്പോൾ അല്ലെങ്കിലും സമയം എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കിത് പറയാതെ പോകാനും പറ്റില്ല. ഓക്കെ, കുറച്ച് നിങ്ങൾ സഹിക്കുക, വേറൊന്നും പറയാനില്ല. ഓക്കെ, സോ യുണീക്ക് ആകണമെന്ന് എല്ലാവരും പറയും. ബി യുണീക്ക്, ബി യുണീക്ക്, ബി യുണീക്ക് എല്ലാവരും പറയും. നമ്മൾ സ്കൂൾ മുതലേ കേൾക്കണം, മോനെ ഒന്ന് യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യ്, നീ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റി പിടിക്കണം, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, പഴയ കച്ചവടം അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഒന്ന് മാറ്റി പിടിക്കണം, പഴയ ലൈഫ് ഇനി ഇതേപോലെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ആ മാറ്റത്തിൻ്റെ ചിന്ത വരുന്നത് എല്ലാവരുടെ ഉള്ളിലും ജന്മനാ തന്നെ യുണീക്ക് ആവുക എന്നതിനോടൊരു താല്പര്യമുണ്ട്. നമുക്കതിന് വേണ്ടാന്ന് വെക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഡെയിലി വീട്ടിൽ പുട്ടാണെങ്കിൽ ഇന്നും പുട്ടാണോ നമ്മൾ ചോദിക്കുന്നത്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എല്ലാറ്റിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇന്നും സ്കൂളുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാനുള്ള കാരണം ഒരു മാറ്റം
എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്റത്തിൽ നിന്ന് മാറുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വെറൈറ്റി ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ചെയ്യുന്നവരാണ് വിജയിക്കുന്നത്. കാരണം മനുഷ്യരുടെ യുണീക്നെസ്സിൽ എന്തെല്ലാം വ്യത്യസ്തത ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബന്ധങ്ങളിൽ യുണീക്നെസ് ഉണ്ടാകുമ്പോഴേ ആ ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ, അഴകുണ്ടാവുള്ളൂ, രസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അല്ലാണ്ട് കുറേ കാലം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ബോറടിക്കും. അപ്പോൾ ചിലർ വിചാരിക്കും വേറെ ആരെങ്കിലും നോക്കിയാൽ, എന്നിട്ട് പറ്റൂല, വീട്ടിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ ഇരുത്തിയിട്ട് നോക്കാനും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തന്നെ എന്തെങ്കിലും യുണീക്കായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബന്ധങ്ങളുടെ തിയറി ആണെങ്കിലും പഠനത്തിൻ്റെ തിയറി ആണെങ്കിലും ബിസിനസ്സിൻ്റെ തിയറി ആണെങ്കിലും വിജയത്തിൻ്റെ തിയറി ആണെങ്കിലും എല്ലാറ്റിലും മാറ്റങ്ങൾ, വെറൈറ്റി, ക്രിയേറ്റിവിറ്റി ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ യുണീക്നെസ്സിലേക്ക് നമ്മൾ എത്താം? ഒന്നാമത്തെ പാഠം, യുണീക്ക് ആകാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാതെ ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മളെല്ലാവരും ജന്മനാ തന്നെ യുണീക്ക് ആണ് എന്നുള്ളൊരു കാര്യം. അത് നമ്മുടെ ഫിംഗർ പ്രിന്റിൽ ഉണ്ടല്ലോ അല്ലേ, നമ്മളെ തമ്പിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ആരുടെയും ഫിംഗർ പ്രിന്റ് സെയിം അല്ല അല്ലെ, നമ്മുടെ തമ്പ് ഇംപ്രഷൻ സെയിം അല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. കൊടാനുകൂടി മനുഷ്യന്മാർ ഈ ലോകത്തിലുണ്ടെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഞാൻ വ്യത്യസ്തനാണ് എന്നത് ആദ്യം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് എൻ്റെ യുണീക്നെസ് കണ്ടെത്തണമെങ്കിൽ ബൈ ബർത്ത് ഇറ്റ് സെൽഫ് ഞാൻ യുണീക്ക് ആണ് എന്ന ബോധ്യത്തിലെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ആകുമ്പോഴുള്ള സുഖം എന്താ അറിയോ, പലർക്കും അവരുടെ യുണീക്നെസ് കണ്ടെത്താതെ പോകാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാമത്തെ പാഠം കമ്പയർ ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ പാഠം നമ്മൾ ഓൾറെഡി യുണീക്കാണ്. നമ്മൾ ഓൾറെഡി യുണീക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കമ്പയർ ചെയ്യൂലല്ലോ, ഒരിക്കലും ചെയ്യൂല. നിങ്ങൾ ആരെങ്കിലും യുണീക്ക് ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതിന്റെ പരിശ്രമത്തിനിടയിൽ അപ്പുറത്തുള്ളവർ നോക്കി ഇപ്പുറത്തുള്ളവർ നോക്കി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ യുണീക്നെസ്സിൽ എത്തൂല. കാരണം ബൈ ബർത്ത് തന്നെ ബൈ ആക്ഷൻ തന്നെ നമ്മുടെ സെൽഫായിട്ട് ഞാൻ യുണീക്ക് ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളിൽ നിന്നും വരുന്ന ഒരു ഡിസോർഡർ ആണ്, ഒരു മിസ്റ്റേക്ക് ആണ് എല്ലാറ്റിലും കമ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഉദ്യാനത്തിലെ ഒരു ഗാർഡനിലെ ചെടികളെ നമ്മൾ എടുത്ത് നോക്കിയാൽ ആ ഗാർഡൻ ആക്കി മാറ്റുന്നതിൽ എല്ലാ ചെടികളും ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരിക്കലും റോസാപ്പൂ നോക്കിയിട്ട് ജാസ്മിനെ നോക്കിയിട്ട് ഞാൻ അവളെ പോലെ അല്ലാലോ, അവളെ പോലെ സുഗന്ധം എനിക്കില്ലാലോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല. ഒരു ഉദ്യാനത്തിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ആവാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഇതിൽ നിലകൊള്ളുമ്പോൾ തന്നെ കുറേ നമുക്ക് സമാധാനം ഉണ്ടാവും. അടുത്ത വീട്ടുകാരൻ്റെ കാറും ഇപ്പുറത്തെ വീട്ടിലുള്ളവരുടെ മക്കളുടെ മാർക്കും ആ ബിസിനസ്സുകാരൻ്റെ ഗ്രോത്തും നോക്കി നമ്മൾ കമ്പയർ ചെയ്യാനിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരെ നമ്മൾ മോഡൽ ചെയ്യണം, മറ്റുള്ളവരെ നമ്മൾ പഠിക്കണം. നമ്മുടെ യുണീക്നെസ് കളയാതെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരെ പഠിക്കുന്നത്. നമ്മൾ അന്ധമായി ഗാഢമായി മറ്റൊരാളാവാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവാൻ വേണ്ടി പറ്റില്ല. ചില ആളുകൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങിയിട്ട് ഇത് വിജയിക്കുന്ന കണ്ട എല്ലാവരും നല്ല സ്കോപ്പാന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ അവരുണ്ടാക്കിയ സക്സസ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവരുണ്ടാക്കിയ അതേ ഫർണിച്ചർ, അതേ സ്പോട്ട്, അതിനേക്കാളും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും അവിടെ യുണീക്നെസ്സിൽ നിന്നും തെന്നി മാറി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സംഭവം ബിൽഡ് ചെയ്താൽ ഒരിക്കലും നമ്മൾ വിജയിക്കുക എന്നുള്ളത് വലിയൊരു പാഠം. സോ ഫസ്റ്റ് ലെസൺ, ഓൾറെഡി നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ നന്മകളെ മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ കഴിവുകേടുകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ അറിവില്ലായ്മയൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പലർക്കും യുണീക്ക് ആവണം, പക്ഷെ തെറ്റ് സംഭവിക്കാൻ പാടില്ല. മിസ്റ്റേക്ക് വരുമോ, ഫെയിലിയർ വരുമോ? എന്തുകൊണ്ടാണ്? നമ്മൾ ആരെങ്കിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് റെഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് തെറ്റ് വരുമോ എന്നുള്ള പേടി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പലരുടെയും സ്വപ്നമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങ് സംസാരിച്ചാൽ മതി, പക്ഷെ എനിക്ക് കുറച്ച് റെഫറൻസുകളുണ്ട്, ഇവരെ പോലെ സംസാരിക്കേണ്ടേ, അവരെ പോലെ സംസാരിക്കേണ്ടേ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതുപോലെ ആയിട്ടില്ലെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതുപോലെ ആകണമെന്ന് കൊതിച്ചുകൊണ്ട് അതുപോലെ അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങുകയും തുടരുകയും ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പാരിസൺ തോട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യണം? ഇപ്പോൾ എനിക്ക് അതുപോലെ ആവാനൊന്നും പറ്റില്ല, ഇപ്പം എനിക്ക് ഇങ്ങനെ പറ്റും, ഇതിൽ ഞാൻ വ്യത്യസ്തനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ തുടരുക. അപ്പം ഏതുപോലെ ആകണമെന്നാണോ കൊതിച്ചത് അതിനേക്കാളും മുകളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കടന്നു പോകുന്നതാണ്. സോ ദിസ് ഈസ് അനദർ സീക്രട്ട് ഓഫ് യുണീക്നെസ്. യുണീക്ക് ആവണതിൽ നമുക്ക് ജനറലി കേൾക്കുന്നതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ തിരിച്ചറിവുകളാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മളെല്ലാവരും യുണീക്കാണ് ബൈ ബർത്ത്, അതിൽ യാതൊരു സംശയവുമില്ല.
അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കമ്പാരിസൺ എന്നുള്ളൊരു പാർട്ട് ഒഴിവാകുന്നു. കമ്പാരിസൺ എന്നുള്ള പാർട്ട് കുറഞ്ഞാൽ തന്നെ നമുക്ക് മിസ്റ്റേക്കുകൾ വരുത്താനും ധൈര്യം ഉണ്ടായിരിക്കും. പലരും പല കാര്യങ്ങളും ചെയ്യാത്തത് ചെയ്ത് നോക്കി ട്രയൽ ആൻഡ് എറർ നടത്തി മിസ്റ്റേക്സിലൂടെയും ഫെയിലിയറിലൂടെയും പോയി അത് തിരിച്ച് വരുന്നിട്ട് തന്നെ വേണം നമ്മുടെ യുണീക്നെസ് കണ്ടെത്താൻ. പക്ഷെ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, തെറ്റുകളേ സംഭവിക്കാൻ പാടില്ല, പരാജയങ്ങളേ ഉണ്ടാവാൻ പാടില്ല എന്നൊരു വാശിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യുണീക്നെസ്സിൽ എത്താൻ പറ്റില്ല. തെറ്റുകൾ സംഭവിക്കാതെ, പരാജയങ്ങൾ സംഭവിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിജയിപ്പിക്കാം. മറ്റുള്ള പലരും വിജയിപ്പിച്ചതുപോലെ നമുക്കും വിജയിപ്പിച്ചെടുക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ, ആ മേഖലയിൽ യുണീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സോ യുണീക്നെസ്സിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏരിയകളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോരോ സോണുകളുണ്ട്. അപ്പം ചില സോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിലോ ആവറേജ് സോണായിരിക്കും. ബിലോ ആവറേജ് സോൺ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്നെ കൊണ്ട് അതിന് പറ്റൂല എന്ന ചില സംഭവങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഇൻ ദ സെൻസ് വരയ്ക്കുന്നവരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം മുംസാളുടെ കാര്യം നല്ല എക്സാമ്പിളാണ്. നല്ല കലാകാരികളായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ റിൻഷ നല്ല ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും, നമുക്ക് കൊതി തോന്നും ഇങ്ങനെ വരയ്ക്കണേ കാണുമ്പോൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പം ഞാൻ വരച്ചാൽ എന്തായാലും അത് ഞാൻ ഉദ്ദേശിച്ച സംഭവം ആവൂല, അത് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ ആകെ വരയ്ക്കാൻ പരിശ്രമിച്ച് ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കൽ ഒരു വര ഇങ്ങനെ ഇടും, അതിൻ്റെ മുകളിൽ ഒരു റാ ഇടും, എന്നിട്ട് പറയും ആനയാകുന്നു. എവിടെ എന്ന് വെച്ചാൽ അറിയാം, ആ മതിലിൻ്റെ അപ്പുറത്താണ്. ഇതാണ് നമുക്ക് ആകെ വരയ്ക്കാനുള്ള ഒരു കാരണം. എന്താ, അത് നമ്മുടെ ബിലോ ആവറേജ് ആണ്. അത് ബിലോ ആവറേജ് ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ റെക്കോർഡിലൊക്കെ വരയ്ക്കാനുണ്ടാകും, ബോട്ടണിയിലും സുവോളജിയിലൊക്കെ. അപ്പം നമുക്ക് അറിയാത്തത് കൊണ്ട് അറിയുന്നവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാന്നല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. 2 ഡയറി മിൽക്കോ 3 5 സ്റ്റാർ വാങ്ങിച്ചു കൊടുത്താൽ പരിപാടി നടക്കും. ഇത് നമുക്കറിയുള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മളൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ, എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് കാര്യം നമ്മൾ സങ്കടപ്പെടുന്നിരുന്നൊന്നുമില്ല. അതെൻ്റെ ബിലോ ആവറേജ് സോണാണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ആദ്യം വേണ്ടത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ എൻ്റെ ആവറേജ് സോൺ ഏതാണോ അതിലെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ബിലോ ആവറേജ് സോൺ നോക്കിയിട്ട് 3 റെക്കോർഡ് ഞാൻ എങ്ങനെ വരയ്ക്കാനാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അവരൊക്കെ വരച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ ബിലോ ആവറേജ് സോണുകൾ നമ്മളുടെ ഏരിയ അല്ല. അവിടെ നമ്മൾ ലെവറേജ് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട്, എക്സ്പേർട്ടുകളെ കൊണ്ട് അവിടെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള. പലരും യുണീക്നെസ്സിൽ എത്താതിരിക്കാനുള്ള ഒന്നാമത്തെ ഫെയിലിയർ അവരവരെ ബിലോ ആവറേജ് സോണ് എങ്ങനെ സ്വന്തം ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഏരിയകളും നമ്മൾ ഇൻവോൾവ് ആവേണ്ട ഒരു ആവശ്യമില്ല. അവിടെ നമുക്ക് ലെവറേജ് വേണം, ഡെലിഗേഷൻ വേണം. അതിലൂടെ മാത്രമേ നമ്മുടെ യുണീക്ക് ഏരിയയിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ അങ്ങ് വിട്ടു, ബിലോ ആവറേജ് ആണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വരയ്ക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അസൂയൊക്കെ ഉണ്ടെങ്കിൽ കൂടി വി അഡ്മയർ ദം. അതിൻ്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തണില്ലേ, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ, ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഓൾറെഡി ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അവിടെ കമ്പാരിസൺ ഇല്ല. വി അപ്രീഷിയേറ്റ്, റൈറ്റ്? അതാണ് ഹെൽത്തി ആയിട്ടുള്ള അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. ജലസ് ആയിട്ടുള്ള അപ്രീസിയേഷൻ അല്ലാതെ അത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ സോണിൽ നിന്നും ഫ്രീഡം കിട്ടുമ്പോഴാണ് നമ്മുടെ ആവറേജ് സോണിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാം. അപ്പം ബിലോ ആവറേജ് ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ നേരെ അടുത്ത ലെവലിലേക്ക് എത്തും ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. വലിയ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, എന്നാൽ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ ലൈഫിൽ നമ്മൾ സ്കൂളിലൊക്കെ കലോത്സവങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതലൊക്കെ ഉണ്ട്, ചെറുതായിട്ട് സ്റ്റോറിയൊക്കെ എഴുതും, എസ്സേ റൈറ്റിങ്ങിനൊക്കെ പോകും. അതൊരു ആവറേജ് ഒക്കെ ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. സെലക്ഷനൊക്കെ കിട്ടും. 10 പേരൊന്ന് സെലക്ട് ചെയ്തിട്ട് മത്സരത്തിന് അയക്കുകയാണെങ്കിൽ 2 പേർക്ക് സെലക്ഷനൊക്കെ കിട്ടും, കാരണം ആവറേജാണ്. ഹൈലി കോമ്പറ്റീഷന് പോകാൻ മുകളിലുള്ള കോമ്പറ്റീഷന് പോകാൻ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിക്കോളുന്നില്ല, എന്നാലും ആവറേജ് ചോയ്സിൽ നമുക്കതുണ്ട്. അത് നമ്മുടെ ആവറേജ് സോണാണ്. ഇതെൻ്റെ ആവറേജ് സോൺ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയ ഗപ്പൊന്നും കിട്ടിക്കോളും നിർബന്ധമൊന്നുമില്ല. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഗപ്പ് കിട്ടാത്തതിൽ എനിക്ക് എന്തില്ല ടെൻഷനും ഇല്ല. കാരണം എന്താ, ഇതിൽ ഞാൻ ആവറേജ് പെർഫോമർ ആണെന്ന് എനിക്കറിയാം. എൻ്റെ ആവറേജ് സോണിൽ ഞാൻ പരാതിപ്പെടുന്നില്ല. ചില ആൾക്കാർ അവിടെ ആവറേജിൽ ഇരുന്ന് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക, അതുമല്ല നമ്മുടെ ഏരിയ. ആവറേജിൽ നമ്മൾ ആവറേജ് ആയിട്ട് അങ്ങനെ നിലകൊള്ളുന്നു, അതിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ആവറേജ് സോൺ കഴിഞ്ഞാൽ അടുത്ത സോണാണ് എക്സലൻറ്റ് സോൺ. എക്സലൻറ്റ് സോൺ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ അതിനെ എക്സലൻറ്റ് തന്നെ പറയും.
എക്സലന്റ് എന്ന് തന്നെ പറയും. അതുപോലെ എക്സലന്റ് ആയിട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കും, അവരുടെ കൂട്ടത്തിൽ നമ്മളെയും ആളുകൾ ചേർത്തിട്ട് എക്സലന്റ് കാറ്റഗറിയിൽ പെടുത്തും. ഞാൻ മാത്രമല്ല അത് ചെയ്യുക, വേറെ ഉള്ളവർ അത് എക്സലന്റ് ആയിട്ട് ചെയ്യും. ഈ ഏരിയയിൽ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു എക്സലന്റ് ഏരിയ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണോ, നമ്മൾ നമ്മുടെ ബിലോ ആവറേജ് ഏരിയയോ ആവറേജ് ഏരിയയോ എടുത്തിട്ട് ഇതാണ് ഞാൻ എക്സലന്റ് ആവേണ്ടതെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അത് നടക്കുന്ന കാര്യമല്ല. അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ, കുട്ടികളാണെങ്കിലും ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഇവരുടെ ബിലോ ആവറേജോ ഏതാണോ അതിൽ കിടന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സലന്റ് ഏരിയ ഉണ്ട്. ഈ കുട്ടി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടിയായിരിക്കും, നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള കുട്ടിയായിരിക്കും. ആ ലാംഗ്വേജിൽ ഈ കുട്ടി എക്സലന്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ലാംഗ്വേജ് കൊണ്ട് തന്നെ പറ്റും. പക്ഷേ ഈ കുട്ടിക്ക് ആ എക്സലന്റ് ഏരിയയിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കുട്ടി എവിടെ കിടക്കുന്നത്? കുട്ടിയും കുട്ടിയുടെ കൂടെയുള്ള എല്ലാവരും എവിടെ കിടക്കുന്നത്? ബിലോ ആവറേജിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എക്സലന്റ് ആയിട്ടൊരു സാധനം എടുക്കുമ്പോൾ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ചിന്തിച്ചാൽ പെട്ടെന്ന് രക്ഷപ്പെടും. ഗോട്ട് ഇറ്റ്? അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ചിന്തിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എക്സലന്റ് ഏരിയ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ എക്സലന്റ് ഏരിയയിൽ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത്? ഒന്നുകിൽ ബിലോ ആവറേജ് ഏരിയയിൽ കമ്പയർ ചെയ്തുകൊണ്ട് പരാതിപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആവറേജ് ഏരിയയെ തലവേദനയാക്കി വെക്കാം. ബിലോ ആവറേജിനെയും നമ്മൾ എന്ത് ചെയ്യുക? പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതാണ് നമ്മൾ ചെയ്യണത്. അത് അറിയാവുന്നവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അത് അറിയാവുന്നവർക്ക് വിട്ടുകൊടുക്കുക. ദാറ്റ് ഈസ് ഡെലിഗേഷൻ, ദാറ്റ് ഈസ് ലെവറേജ്. അത് ഞാൻ ചെയ്താൽ എക്സലന്റ് ആകുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പലതിലും ബിലോ ആവറേജ് ആയിട്ട് ഇരിക്കുന്നതിൽ എക്സലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ പോലും എൻ്റെ എക്സലന്റ് ഏരിയ അവർക്ക് ബിലോ ആവറേജ് ആയിരിക്കും. അവരതിന് കൈയടിക്കും, അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരതിന് നമുക്ക് റെസ്പെക്റ്റ് തരും. ചിലർക്ക് തോന്നുന്നു എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾ ബിലോ ആവറേജ് ഏരിയയിലെ വർക്കാണ്. അവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റോ റെക്കഗ്നീഷനോ ഒന്നും കിട്ടൂല. നിങ്ങളുടെ എക്സലന്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ എവിടേക്കോ നിങ്ങൾ എക്സലന്റ് എന്ന് തോന്നിയിട്ട് റെസ്പെക്ട് ചെയ്തതിന് പല ആളുകളും നിങ്ങളുടെ ആ എക്സലന്റ് ഏരിയ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യാൻ കാണാൻ പറ്റും. ഇങ്ങനെയാണ് റെസ്പെക്റ്റ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. സോ ഫോക്കസ് ഓൺ ദ എക്സലൻസ്. അപ്പോൾ ഫോർ മീ, എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ എക്സലന്റ് ഏരിയ ആയിരുന്നു. ഐ ക്യാൻ ടീച്ച് വെരി വെൽ. ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. എനിക്ക് ആളുകളെ പഠിപ്പിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഏത് സബ്ജക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ക്ലാസ് എടുക്കും. അത് ഉറക്കം കഴിഞ്ഞിട്ട് എടുക്കും. അപ്പോൾ എനിക്കറിയാം ഇതിലെനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഏത് സമയത്ത് എപ്പം പറയില്ല അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ്സ് മൈ എക്സലന്റ് ഏരിയ. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എക്സലന്റ് ഏരിയ ഉണ്ടായിരിക്കും. അതിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ റൂള് പറഞ്ഞു, ആവറേജും ബിലോ ആവറേജും വിട്ടേക്കാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി മറിയരുത്. ഇത് വിടാതിരിക്കാൻ പറ്റാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ഇമോഷണൽ അറ്റാച്ച്മെന്റിലൊക്കെ നിൽക്കുമ്പം ചില വ്യക്തികളായിട്ട്, ചില ആളുകളായിട്ട്, ചില ഇടങ്ങളുമായിട്ട് നമുക്ക് വൈകാരികമായിട്ട് വല്ലാത്ത അടുപ്പുണ്ടായി കഴിഞ്ഞാൽ ആ ഇടം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മളെ ബിലോ ആവറേജോ ആവറേജിന്റെ എക്സലൻസ് ആയിരിക്കും. പോയില്ലേ? അപ്പോൾ ഓളെ ഇംപ്രസ് ചെയ്യാൻ, ആ നാട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ, അവിടെയുള്ള സ്റ്റാഫുകളെ ഇംപ്രസ് ചെയ്യാൻ ഏതൊക്കെ ഇടം ഡിമാൻഡ് എടുത്ത് നമ്മളോട് ഇതാ. പക്ഷെ നമ്മൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് ഞാൻ അതിൽ ഓക്കെ അല്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. ചില ആളുകൾക്ക് ചിലപ്പം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത് ഒരു ബിലോ ആവറേജോ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. പക്ഷെ ഇങ്ങേർക്ക് വലിയ റോളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും, ആ ഇടത്തിൽ എനിക്ക് റെസ്പെക്റ്റ് ഇല്ലേ, ഇയാളുടെ റെസ്പെക്ട് മൊത്തം ഇംഗ്ലീഷ് ലാംഗ്വേജ് കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇയാൾ ആ സാലറി കൊടുക്കാനുള്ള കാര്യം ഇയാൾ മറക്കാം. അതുകൊണ്ട് തന്നെ ആ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക്, ഇയാൾ ബോസ് ആയിട്ടിരിക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും ഇയാൾ സ്വയം തരം താഴ്ത്തി കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഫീൽ ലൈക്ക് എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, എനിക്ക് അത് കിട്ടുന്നില്ല, ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ. എന്താണ് വിഷയം? ചില കാര്യങ്ങൾ അങ്ങ് വിട്ട് കളയണം മിസ്റ്റർ. അത്രയല്ലേ ഉള്ളൂ, വിട്ട് കളയണം. കാരണം എന്താ, അവിടെ പോയിട്ട് നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചത് കൊണ്ടോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾ സാലറി കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇടത്തിലുള്ള എക്സലന്റ് ആയിട്ട് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ഓക്കെ ബോസ് സംസാരിക്കാൻ പോകുന്നു, ഈ ആളാണ് അസിസ്റ്റന്റ് ആയിട്ടെന്ന് പറയുമ്പോൾ അയാൾ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കട്ടെ. അപ്പോഴും ബോസിന്റെ വില കൂടിയില്ലേ? ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ലേ എൻ്റെ താഴെയുള്ള അവളെ പിടിച്ച് ഞാൻ എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷന് വേണ്ടി നിർത്തേണ്ടത് വരുന്നതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ബിലോ ആവറേജിൽ നമ്മുടെ വില കളയാൻ. നോ, നമ്മൾ എക്സലന്റ് ആയിട്ട് ഏതോ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലാക്കിയിട്ട് ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യുക. അതൊരു പക്ഷേ നമ്മൾ ഫുഡാണ്
ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അത് നമ്മുടെ എക്സലൻ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ വിട്ടേക്കണം. നമ്മൾ വിട്ടേക്കണം. ആ എക്സലൻ്റ് ഏരിയയെ എക്സലൻ്റ് ആക്കാൻ മറ്റുള്ളതിലുള്ള നമ്മുടെ ഇൻഫീരിയോറിറ്റി തോട്ടുകളൊക്കെ വിട്ടുകളയാം. കുറേ ആളുകൾ യുണീക്ക് സോണിൽ എത്താതിരിക്കാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ ബിലോ ആവറേജ് ഈ 2 കാറ്റഗറിയിൽ അവർ ഇമോഷണലി ഇങ്ങനെ കിടന്ന് കളിക്കുക. എന്നിട്ട് അതിനുണ്ടാകുന്ന ചില ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളുണ്ട്. ഇത് മറച്ചു വെക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ യുണീക്നെസ്സിൽ ഒരിക്കലും എത്തൂല. ഈ എക്സലൻസ് സോണിൽ ബിലോ ആവറേജിന്റെയും പിടിച്ചു വലിക്കലില്ലാണ്ട് പിറകോട്ട് വലിക്കലില്ലാതെ എക്സലന്റ് സോണിൽ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന പോയിന്റാണ് നെക്സ്റ്റ് പോയിന്റ്, യുണീക്നെസ്. അതിന്റെ നെക്സ്റ്റ് കടമ്പയാണ് യുണീക്നെസ്. പക്ഷെ എക്സലൻസ് സോണിൽ നമ്മൾ ബിലോ ആവറേജ് ഇമോഷൻസും ഹോൾഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും എക്സലൻസിൽ നിന്ന് നമ്മൾ യുണീക്നെസ്സിലേക്ക് എത്തൂല എന്നുള്ളതാണ്. അപ്പം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവർ എക്സലൻ്റായി ചെയ്ത് ചില ആളുകൾ അതിൽ ഏറ്റവും പീക്കിലെത്തും, യുണീക്കാക്കി മാറ്റും. കാരണം അവരെ ഒരിക്കലും പിറകോട്ട് വലിക്കുന്ന എന്തോ അല്ല. ചിലരോട് സംസാരിച്ചാൽ അവരെ സംസാരത്തിൽ തന്നെ അവരിങ്ങനെ പറയും കാര്യങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം റെഡിയാണ്, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്താ മനസ്സിലാവില്ല, എന്തോ ഒന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്, എന്തോ ഒന്നുള്ളൊരു പിടുത്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിടുത്തം എവിടുന്നാ വരുന്നത് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. എക്സാക്ട്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോഴും വിടാതെ വെച്ച് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ചില ആവറേജ് ബിലോ ആവറേജ് സംഭവങ്ങൾ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ഒരു സാധനം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ സ്റ്റെക്കായി പോവാണ്, എക്സലൻറ്റ് സോണിൽ തന്നെ കൂടുതൽ ചെയ്യാൻ പറ്റാതെ സ്റ്റെക്കായി കിടക്കാണ്. കമ്മിങ് ടു മൈ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചിങ് എന്നുള്ളൊരു എക്സലൻ്റ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സലൻ്റായിട്ട് ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എക്സലൻ്റായിട്ട് ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ പിറകോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആവറേജ് എത്തിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കോളേജ് ഡ്രോപ്പ് ഔട്ട് എക്സ്പീരിയൻസുകൾ ഇങ്ങനത്തതൊക്കെ. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നന്നായിട്ട് ടീച്ചിങ് കുട്ടികളെ പഠിപ്പിക്കുന്നു, വേറൊരു ഭാഗത്ത് എൻ്റെ ഉള്ളിൽ തന്നെ കയറി പിറകോട്ട് വലിക്കുന്ന സാധനം, ഞാൻ 3 തവണ കോളേജൊക്കെ നിർത്തിയല്ലോ, അപ്പം ഞാൻ എങ്ങനെ പഠിപ്പിക്കും? പക്ഷെ എൻ്റെ പഠിപ്പിക്കൽ പെർഫെക്റ്റ് ആണ്, എനിക്ക് പഠിക്കാനേ പ്രശ്നമുള്ളൂ, പഠിപ്പിക്കാൻ പ്രശ്നമില്ല. ചിലത് അങ്ങനെയാണല്ലോ, മനസ്സിലായില്ലേ? പഠിക്കാനേ പ്രശ്നമുള്ളൂ, പഠിപ്പിക്കാൻ പ്രശ്നമില്ല. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കോച്ചിന് ചിലപ്പോൾ സച്ചിൻ അടിക്കുന്നത് 6 അടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അടുപ്പിക്കാൻ പറ്റും. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ കോച്ച് ഇരുന്നിട്ട് ചിന്തിക്കുകയാണെന്ത്, ഞാനൊരു 6 പോലും ഇട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അയാളുടെ ബിലോ ആവറേജ് ആണ്. ഇയാൾക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റൂല. അത് വേറൊരു കാര്യമാണ് അല്ലേ? രാജാവിന് രാജ്യം ഭരിക്കാം, പക്ഷേ രാജാവിൻ്റെ ഉപദേശകന്മാർക്ക് ഉപദേശം കൊടുക്കാനേ പറ്റൂ, ഭരിക്കാൻ പറ്റൂല. വ്യത്യാസം മനസ്സിലായേ? അപ്പോൾ ആ ഓരോരോ വ്യത്യാസങ്ങൾ. അപ്പോൾ എനിക്കും ഈ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ എൻ്റെ എക്സലൻസ് സോണിൽ ഇരുന്നിട്ട് ഞാൻ അതിന് മാക്സിമം ഇൻപുട്ട് എൻ്റെ ടീച്ചിങ് ഫീൽഡിൽ കൊടുത്തുകൊണ്ടിരുന്നപ്പം അതിൻ്റെ എക്സ്പോഷർ വന്ന സമയത്ത് എനിക്ക് മറ്റുള്ള ബിലോ ആവറേജ് സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് കിട്ടും. അതെന്നെ ബാധിക്കാതെയായി, അതൊരിക്കലും എന്നെ ബാധിക്കാതെയായി. അങ്ങനെ ബാധിക്കാതെ ആയി വന്നപ്പോൾ ആ എക്സലൻസിൽ വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് അതിൽ നിന്നും എൻ്റെ യുണീക്നെസ്, ടീച്ചിങ്ങിനേക്കാളും അതിൻ്റെ ആഴങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ യുണീക്കായിട്ട് കിടക്കുന്ന ഏരിയ ട്രെയിനിങ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ട്രെയിനർ ആകും എന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, ഒരു കോച്ചാകും, ഒരു ഗ്ലോബൽ കോച്ചാകുമെന്ന് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വാട്ട് ഐ ഫോളോഡ് ഈസ് സിംപ്ലി എൻ്റെ ബിലോ ആവറേജുള്ള കാര്യങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു. എൻ്റെ എക്സലൻറ്റിൽ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു. അതിലൂടെ തുടർച്ചയായിട്ട് പോയപ്പം ഞാൻ എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്തു പോയപ്പം എന്തായിരുന്നു ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടിയിരുന്ന യുണീക്നെസ് അതെൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. എങ്ങനെ മുന്നോട്ട് പോകണം? ഫിയർ ഇല്ലാണ്ട്, തോൽക്കാൻ മടിയില്ലാണ്ട്, മിസ്റ്റേക്സ് വരുത്താൻ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ എക്സലൻസ് ഏരിയയിൽ നിൽക്കുമ്പോൾ മാത്രമേ തെറ്റുകൾ സംഭവിച്ചാലും കുഴപ്പമില്ല, ഫിയർ ഓഫ് ഫെയിലിയർ തോട്ടില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത ഏത് ഏരിയയിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താലും നമുക്കൊരു ഫിയർ ഉണ്ടായിരിക്കും, ഒരു പിടിച്ച് വലിക്കലുണ്ടായിരിക്കും, ഒരു പിറകോട്ട് വലിക്കുന്ന സംഭവം ഉണ്ടായിരിക്കും. ദെൻ ഫൈനലി യുണീക്ക് സോൺ എന്ന് പറഞ്ഞൊരു സോൺ ഉണ്ട് എല്ലാവർക്കും. ഈ യുണീക്നെസ് കണ്ടെത്തിയവർ ലോകത്തിൽ വളരെ ചുരുക്കം പെർസെൻറ്റേജ് ആൾക്കാരുള്ളൂ. യുണീക്നെസ് കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ യുണീക്നെസ്സിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിൽ മിനിമം 5 വർഷം, അതായത് ഏകദേശം 10,000 മണിക്കൂർ നമ്മുടെ യുണീക്നെസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് അയാൾ ആ മേഖലയിൽ ഒരു മാസ്റ്ററായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു ജീനിയസ് ആയിട്ട് മാറാം, ഒരു മാസ്റ്ററോ ജീനിയസോ ആയിട്ട് മാറാം. അപ്പം ചില ആളുകൾ വളരെ വൈകിട്ടാണ് ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്നിട്ട് പറയും ജീവിതം എനിക്ക് കുറേ സത്യങ്ങൾ പഠിപ്പിച്ചു തന്നു, അവരൊക്കെ പറ്റിച്ചതായിരുന്നു. എന്താ പറ്റിച്ചത്? 10th ക്ലാസ് ആയിരുന്നു വഴിത്തിരിവ്, എന്നിട്ട്
ഹയർ സെക്കൻഡറി ആയിരുന്നു വഴിത്തിരിവ്, എന്നിട്ട് കോളേജ് ആകുന്നു വഴിത്തിരിവ്, നോ പോരാ, എന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു വഴിത്തിരിവ്, MBA അതും കഴിഞ്ഞിട്ട് എഡീഷണലി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേറൊരു ട്രെയിനിങ്, അതായിരുന്നു വഴിത്തിരിവ്. അവസാനം എന്താ സംഭവിച്ചത്? 3 മാസത്തെ എന്തോ ഒരു അഡീഷണൽ ട്രെയിനിങ്ങിന് കയറി ഇവൻ നേരെ കമ്പനിയിൽ കയറി. എന്നാൽ പിന്നെ ആദ്യം അതങ്ങ് ചെയ്താൽ പോരാ, എത്ര സമയം വേസ്റ്റ് ആക്കണമായിരുന്നു. ഈ സത്യത്തിലെത്താൻ എനിക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നു. എന്തിനാ സമയം കളയുന്നത്? ഈ സത്യത്തിലെത്താൻ സമയം എടുക്കേണ്ടി വെക്കും പറഞ്ഞാൽ ചില സത്യങ്ങൾ നേരാവണ്ണം പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, അനുഭവിച്ച് തന്നെ പഠിക്കണം. അതങ്ങനെയാണ്. അപ്പം പറയും മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക, അല്ല ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, കഴിക്കും പിന്നെ മധുരിക്കും എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പച്ചയായ സത്യമാണെങ്കിൽ കൂടി നമ്മൾക്കത് അനുഭവത്തിൽ വന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പറയാം, നിങ്ങൾ അന്ന് പറഞ്ഞ ഭയങ്കര ശരിയായിരുന്നു കേട്ടോ എന്നൊരു കാര്യം പലരും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വേണം. സോ ഗെറ്റിംഗ് ഇൻ ടു ദ യുണീക്നെസ്സിൽ എത്തിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല യുണീക്നെസ്. യുണീക്ക് ആവുക എന്ന് പറയുന്നത് തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? യുണീക്ക് ആവുക എന്ന് പറയുന്നത് ഒന്നും വേറിട്ട് നിൽക്കുന്നത്. ചിലർ ജഡ്ജസ് ഒക്കെ ചില പ്രോഗ്രാം കഴിഞ്ഞാൽ പറയും അത് വല്ലാണ്ട് വേറിട്ട് നിന്നൊരു പെർഫോമൻസ് ആയിരുന്നു. വേറിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ചേരാത്തതെന്നാണ്, മനസ്സിലായല്ലേ? അപ്പോൾ ഒരാൾ യുണീക്നെസ്സിലേക്ക് എത്തുമ്പോൾ അയാൾ നേരിടുമ്പോൾ ഒന്നാമത്തെ ചലഞ്ച് കൂട്ടത്തിലൊക്കെ ചേരാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ചേരാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ചേരാൻ പരിശ്രമിച്ചാലും ഈ ചേരാന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ചേരാൻ പരിശ്രമിച്ചാലും പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും പുറത്തിടും. കാരണം എന്താ? ആ കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാ കൂട്ടം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു അതുപോലെ ഇവരും ചെയ്യട്ടെ. എൻ്റെ മക്കളിൽ 4 പേരും കുടുംബത്തിൽ 4-5 ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരും ഡോക്ടർ ആവട്ടെ, ഇവരും എഞ്ചിനീയർ ആവട്ടെ, ഇവരും ബിസിനസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇത് കൂട്ടായ്മയുടെ ഒരു ആവേശമാണ്, കൂട്ടമായിട്ടൊരു പോക്കാണ്. ഈ കൂട്ടത്തിൽ നിന്നും ഒരാൾ യുണീക്ക് ആവുക എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും വേറിട്ട് നിൽക്കും. ഈ വേറിട്ട് നിൽക്കുന്നതിന് കൂട്ടത്തിലുള്ളവർക്ക് എപ്പോഴും അല്ലേ ഒരു ഗ്രഡിച്ച് ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇപ്പം സ്കൂളിലാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്യാങ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം വേറിട്ട് നിന്നാൽ ഓനെ പുറത്താക്കും. ഐഡിയോളജിക്കൽ ഡിഫറൻസിന് അവനെടുത്ത് പുറത്ത് കളയും. ഇത് പണ്ടേ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ യുണീക്ക് ആക്കുന്നവർ എപ്പോഴും വിഷനറീസ് ആയിട്ട് മാറാനുള്ളവരാണ്. അവർ കാലഘട്ടത്തിന് മുന്നേ പോകണം. ഇപ്പോഴുള്ള സിസ്റ്റത്തിന് 10 വർഷം അപ്പുറത്തേക്ക് കാണും. അതുകൊണ്ട് അവരിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സിസ്റ്റത്തിന് എന്താവില്ല, ഒരിക്കലും മാച്ച് ആയിക്കൊണ്ടിരിക്കില്ല എന്നുള്ളത്. അത് കുറേ കഴിഞ്ഞായിരിക്കും മാച്ച് ആവുക. ഫോർ മീ ഫ്രം മൈ ലൈഫ് ഇറ്റ് സെൽഫ് 7 വർഷം മുന്നേ ഞാനൊരു ട്യൂഷൻ ടീച്ചറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ യുണീക്നെസ് ട്രെയിനിങ്ങിലാണ്. അതിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലോകത്തിന് ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അത് കണ്ടെത്തിയിട്ട് ഞാൻ 7 വർഷം മുന്നേ എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഇങ്ങനൊരു ദൗത്യത്തെ പറ്റി, ഇങ്ങനൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രെയിനിങ്ങിനൊക്കെ പറ്റിയിട്ട് ആളുകളെ എംപവർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചപ്പം ആ കൂട്ടത്തിലുള്ള എല്ലാവരും ടീച്ചേഴ്സാണ്. കാരണം ഞാൻ ടീച്ചേഴ്സിൻ്റെ പൂളിലാണ്. ഒരു ടീച്ചർ പൂളിൽ ഇരുന്നിട്ട് എനിക്കൊരു ട്രെയിനർ ആകണമെന്ന കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ പുറത്തായി. അതുകൊണ്ട് തന്നെ അവർക്കെന്നെ വീണ്ടും പിടിച്ചിട്ട് ടീച്ചറായി തന്നെ തുടരാനുള്ള ഉപദേശങ്ങൾ തരാൻ പറ്റും. ഒരു ട്രെയിനറായി മാറാനുള്ള ഉപദേശം അവർക്ക് തരാൻ പറ്റില്ല, കാരണം അവരാരും ട്രെയിനേഴ്സ് അല്ല. അപ്പം അതുകൊണ്ട് അവർ വീണ്ടും ഇപ്പം നന്നായിട്ട് പോണില്ല ഈ സ്ഥാപനമൊക്കെ, ഇപ്പം നിങ്ങൾ നല്ലൊരു ടീച്ചറല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ എക്സലൻസ് പോയിന്റ് തന്നെ പിടിച്ചു നിർത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്കിനൊരു ട്രെയിനറായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ പൂളിൽ ഞാൻ പോയി നിൽക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനത് മാറി നിൽക്കണം. പക്ഷെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറുക എന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു പാർട്ടാണ്. കാരണം ആരുണ്ടാവില്ല. അപ്പോഴാണ് മറ്റാൾ പറഞ്ഞ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്ന് പറയും പോലെ യുണീക്ക് ആയിട്ടുള്ളവരൊക്കെ വഴി ഒറ്റയ്ക്ക് തന്നെ വെട്ടി. ഓർക്ക് വേണ്ടി ആരും വെട്ടിക്കൊടുത്തില്ല. കാരണം ബാക്കിയുള്ളവർക്ക് വെട്ടുന്നവരാണ് അവർ. അതുകൊണ്ട് ഇറ്റ് ഈസ് സോ ഈസി ടു സേ ബി യുണീക്ക്. ബട്ട് അതിലേക്ക് ഇറങ്ങി പ്രാക്ടിക്കലായിട്ട് വരുമ്പം കുറച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് യുണീക്ക് ആവലേ എന്ന് പറയും. പണ്ടാരോ പറഞ്ഞ പോലെ അപ്പം തന്നെ ചെയ്യാൻ പോവാം, എന്നാൽ തുടങ്ങിക്കോളെ, അല്ല വേണ്ട നാളെ ആയിക്കോട്ടെ. എന്താ ഈ യുണീക്നെസ്സിൻ്റെ പാർട്ടിലേക്ക് വരുമ്പം അവിടെ കുറേ റിസ്ക് എലമെൻറ്റുകളുണ്ട്. കാരണം നമ്മളാണ് വഴി വെട്ടുന്നവർ, നമ്മളാണ് വിഷണറീസ്. സോ 7 years ബാക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം ഞാൻ ചിന്തിച്ചപ്പം എൻ്റെ പരിസരത്തോ എൻ്റെ ചുറ്റുപാടിലോ എൻ്റെ നാട്ടിൽ എവിടെയും ഇതില്ല, ഇങ്ങനത്തെ ഒരു ഭ്രാന്തിട്ട് നടക്കുന്ന ആരുമില്ല. കാരണം യുണീക്ക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ ചിന്തകളായിരിക്കും. ഇലോൺ മസ്കിനെ പറ്റിയിട്ട് സന്തോഷ് ജോർജ് കൂടെ രസാണ്ട് അപ്പം പറഞ്ഞത് എന്താണ്, ആ വട്ടൻ ചിന്തകൾ റിച്ചാർഡ് ബ്രാൻസനെ പറ്റിയിട്ട് സ്പേസ് ടൂറിസം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ വട്ടൻ ചിന്തകളുള്ള വട്ടൻ്റെ കൂടെയാണോ നീ സ്പേസ് പോകണമെന്നാണ് ചോദിച്ചത്. കാരണം എന്താണ്, യുണീക്കായിട്ട് കൊണ്ടുവരുന്നവരുടെ ചിന്തകളൊക്കെ ക്രേസിയർ ആയിരിക്കും, വളരെ ക്രേസിയർ ആയിരിക്കും. പക്ഷെ അത് പിന്നീട് എന്തെയും കയറി പിടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ യുണീക്കായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, യുണീക്ക് ഐഡിയാസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഈസി ടു സേ യുണീക്ക്. നമ്മളൊക്കെ നമ്മുടെ മക്കളോട്, ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോടൊക്കെ പറയും യുണീക്ക് ആവണം.
പക്ഷേ യുണീക്ക് ആവുക എന്ന് പറയാൻ സുഖ. ഈ പറഞ്ഞു കൊടുത്ത ടീച്ചറെ കേട്ടിട്ട് അവൻ യുണീക്കായ തുടങ്ങിയ മുതൽ ടീച്ചർ പോലും അവൻ എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നൊക്കെ ചോദിക്കും. മക്കളോട് നമ്മളും പറയും കേട്ടിട്ട് യുണീക്കാവണം, യുണീക്കാവണം, യുണീക്കാവണം. യുണീക്നെസ്സിന്റെ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എനിക്ക് തോന്നില്ലട്ടോ അവൻ രക്ഷപ്പെടും. ഇങ്ങനത്തെ സംസാരങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആ ലെയറിലെത്താത്ത ആളുകളിൽ നിന്ന് പോലും കേൾക്കേണ്ടി വരും. അങ്ങനത്തെ ചില ബിസിനസ് ഐഡിയകളായിട്ട് വന്നവരൊക്കെ ഈ ചോദ്യം, ഈ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്. പുതിയ ഐഡിയാസ് ആയിട്ട് വന്നവരെ. കാരണം അവർ കാലത്തിന് മുന്നേ പോകുന്നവരാണ്, നേരെ മുന്നേ പോകുന്നവരാണ്. നിങ്ങൾ യുണീക്ക് ആക്കണം എന്ന് ആഗ്രഹിക്കേണ്ടത് പറയാൻ സുഖം, പക്ഷെ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നോ അതിനുള്ള റിവാർഡാണ് ഹൈ സക്സസ് എന്ന് പറഞ്ഞാൽ. റിസ്ക് കുറഞ്ഞ സക്സസ് റേറ്റ് കുറയും. ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകാനുള്ള കാര്യം എന്താണ്? അവരാണ് കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ. മണിയായിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നവരാണ്, അവർക്കാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്. നമ്മൾ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ പരിസരത്തും എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക് എടുക്കേണ്ട കേട്ടോ എന്നാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം നമ്മളിൽ പലർക്കും റിസ്ക് എടുത്ത് എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ളത് പഠിച്ചിട്ടില്ല. റിസ്ക് എടുത്ത് എങ്ങനെ വിജയിക്കാനുള്ള കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. റിസ്ക് ഹാൻഡ്ലിംഗ് എന്നുള്ളൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ പഠിക്കുക, എവിടെയെങ്കിലുമൊക്കെ എത്താം, എവിടെയെങ്കിലും ജോലി കയറാൻ, ലൈഫ് സെറ്റിൽ ആക്കാം, ഈസി, സിമ്പിൾ. പിന്നെ എന്തിനാ ജീവിക്കണേ? ഒരു മനുഷ്യനെ അങ്ങനെ പീക്കിലെത്തിയ ആളുകൾ നിങ്ങളോട് നോക്കിയാൽ, യുണീക്നെസ്സിലെത്തിയ ആൾക്കാർ അവരുടെ മുഖത്ത് എപ്പോഴും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓറ. കാരണം എന്താണ്? അവരവരെ യുണീക്നെസ്സിലെത്തുമ്പോൾ അവർ ഫുൾ പവർ പുറത്തു വരാം, അത് അൾട്ടിമേറ്റ് പവർ പുറത്തു വരാം, അവർ ട്രൂ സെൽഫിന്റെ എനർജി അവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫേഷ്യൽ ടോണിലും സ്കിൻ ടോണിലും നമ്മുടെ കാരിസ്മയിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനും എല്ലാത്തിനും ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് നാച്ചുറലി വരും. കാരണം ഏത് ഏരിയയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖം സംസാരിക്കും, അവിടെ ലാംഗ്വേജ് സംസാരിക്കും, അവിടെ ബോഡി ലാംഗ്വേജ് സംസാരിക്കും, ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഇന്ന കാര്യത്തെ ഒന്ന് ഉഷാറാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ ആ ഉഷാറാക്കണം എന്ന് താല്പര്യത്തോടുകൂടി വന്ന ആളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ തന്നെ ഇയാൾ ഇതാണ് ഉഷാറാക്കേണ്ടത്, വേറെ എന്തെങ്കിലും ആണ് ഉഷാറാക്കേണ്ടത് ആ മുഖത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. So face communicates, energy communicates. So once you start to invest in your uniqueness, നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് മൈൻഡ് ബോൾ ടൂളുകളെ പറ്റിയൊക്കെ നമ്മൾ പറയാനുണ്ട്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ, attracting the success into your life. നമ്മൾ നമ്മുടെ ബിലോ ആവറേജിലോ പോയിട്ട് പൊസിഷൻ ചെയ്തിട്ട് അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ പോലും രക്ഷപ്പെടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ എനിക്ക് രക്ഷപ്പെടണം. ആദ്യം നിന്റെ യുണീക്നെസ് ഏതാ, അതിൽ പോയി നിന്നിട്ട് ചോദിക്കും. അപ്പൊ പ്രാർത്ഥിക്ക പോലും വേണ്ട, താനേ കാര്യങ്ങൾ നടക്കണേ കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നടക്കണേ കാണാൻ വേണ്ടി പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? once you touch your uniqueness, your action itself becomes a prayer. നിങ്ങൾ നിങ്ങളുടെ യുണീക്നെസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദൗത്യത്തിലാണ്, നിങ്ങൾ ഈ ലോകത്തിന് എന്തോ കൊടുക്കാനുണ്ട്, അതിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അതിലെത്തിക്കഴിഞ്ഞാൽ അത് ലോകത്തിനുള്ള സേവനമാണ്. യുണീക്നെസ്സിൽ എത്തിയവരാണ് ലോകത്തിന് മാസീവായിട്ട് സേവനം കൊടുത്തിട്ടുള്ളവർ, മാസീവായിട്ട് സേവനം കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇന്റലിജൻസ് ഏരിയ ആണ്. ആ ഇന്റലിജൻസ് ഏരിയ ഏതാണോ അതിലെ യുണീക്ക് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടും, ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടും, ഒരുപാട് ആളുകൾക്ക് സന്തോഷം കിട്ടും. ചില ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ പറയാറുണ്ട്, അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ പറയാറുള്ളത്, നമ്മൾ ബിസിനസ് ചെയ്യാനല്ല നോക്കേണ്ടത്, നമ്മൾ പെയിന് തീർത്തു കൊടുക്കാണ് നോക്കുന്നത്. വെരി സിമ്പിൾ. എന്റെ ഫോക്കസ് ഒരു ബിസിനസ്സുകാരനാവാന്നുള്ളതല്ല, എന്റെ ഫോക്കസ് ഒരു പെയിന് തീർത്തു കൊടുക്കാന്നുള്ള. അപ്പം ചില ആളുകൾക്ക് മുഖത്ത് എന്തൊക്കെ ചെറിയ ചെറിയ പാടുകൾ, ഇത് അവർക്കൊരു പെയിനാ, അത് മാറ്റി കൊടുക്കാൻ എന്ത് വേണം? എന്തെങ്കിലും ഒരു ഫേഷ്യൽ ക്രീം ഉണ്ടാക്കണം. ആ ക്രീം ഉപയോഗിച്ചാൽ ഈ സംഭവം പോകുന്നു, അവരുടെ പെയിന് പോയി. ആ പെയിന് ഞാൻ മാറ്റി കൊടുക്കുമ്പോൾ അവരെനിക്ക് മണി തരും. എന്റെ ഫോക്കസ് മണി വാങ്ങിക്കുന്നതല്ല, എന്റെ ഫോക്കസ് പെയിന് തീർത്തു കൊടുക്കല. അപ്പം എനിക്ക് വീണ്ടും 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 ഓരോ ആളുകൾക്ക് പെയിൻ തീർക്കുമ്പോൾ ഓരോരുത്തരും എനിക്ക് പണം തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും കുറെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ പെയിൻ തീർക്കാൻ പറ്റും. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? മണി വാങ്ങിക്കുന്നു. മണി വാങ്ങിക്കാതെ പെയിൻ തീർത്തു കൊടുത്താൽ കുറച്ച് ആൾക്കാരുടെ പെയിന് തീർക്കാം. മണി വാങ്ങിച്ച് പെയിൻ തീർത്താലോ ഒരുപാട് ആൾക്കാരുടെ പെയിൻ തീർക്കാം. ഇത് യുണീക്ക് ആവുന്ന ആളുകൾ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. സോ ക്ലിയർ ദ പെയിൻ. എവിടെയാണോ വേദനയുള്ളത് അത് തീർത്തു കൊടുക്കാം. അപ്പം എന്റെ യുണീക്നെസ് എനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇത്രയേ ഉള്ളൂ. ദൈവികമാണ് ഓരോരുത്തരും യുണീക്ക് കാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ദൈവികം എന്ന് പറയാനുള്ള കാരണം ദൈവം ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മുഴുവൻ ദൈവം മനുഷ്യരിലൂടെ മാത്രമേ ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ളൂ, അല്ലെ?
ഇവിടെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിച്ച് അവനോട് തന്നെ പ്രവർത്തിപ്പിച്ച് അവനോട് തന്നെ യുണീക്കായിട്ട് അതിലേക്കുള്ള ക്രിയേറ്റീവായിട്ടുള്ള മെഡിസിനുകളാണ് കണ്ടെത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് കുറച്ചുകൂടി വേഗത്തിൽ പോയിരുന്നെങ്കിൽ എത്ര ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ തന്നെ ചിന്തിച്ചിട്ടാണ് മെഷീനറീസ് കണ്ടെത്തുന്നതും വേഗത്തിലുള്ള അല്ലെ ഓരോരോ വാഹനങ്ങൾ കണ്ടെത്തുന്നതും. അപ്പൊ ദൈവികമായ പ്രവർത്തനം മുഴുവൻ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ ചിന്തകളിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ യുണീക് പോയിന്റിൽ സംഭവിക്കണം. അപ്പോൾ ചിന്തകൾക്ക് പോലും പ്രാർത്ഥനയുടെ ഗുണം കിട്ടുന്ന തലത്തിലായിട്ട് മാറുന്നതാണ്. ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ അവർ യുണീക്നെസ്. സോ പീപ്പിൾ ആർ ഓൾവേസ് ഡിഫറെന്റ്. നമ്മളെ ഡിഫറെന്റ് ആക്കിയത് തന്നെ നമ്മളെ വ്യത്യസ്തരാക്കിയതിന് ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഗുണം കിട്ടുന്ന എന്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ വ്യത്യസ്തത മറ്റുള്ളവരെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തോ ഒന്നാക്കി മാറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ നോക്കണേ. എപ്പോഴും യൂസുഫ് അലി എന്ന് പറയുന്ന ഓൺട്രപ്രണറെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം വ്യത്യസ്തമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും അതിന്റെ ഐഡിയാസും എല്ലാം ഒരു കുടക്കീഴിലെ കൊണ്ടുവരുന്ന ഒരു മാൾ കോൺസെപ്റ്റും കൊണ്ടുവന്നപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ചിന്ത, വ്യത്യസ്ത രാജ്യത്തുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത കുടുംബങ്ങൾ, ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ച് അവർക്ക് ഒരുപോലെ സമാധാനം കൊടുക്കാൻ, അവർക്ക് ഒരുപോലെ ആ കുടുംബ ജീവിതം നല്ല രീതിയിൽ പുലർത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. സോ ദ വൺ ഹു ടച്ചസ് ദ യുണീക് പോയിന്റ്, യുണീക് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവരുടെ ഫാമിലി കുടുംബം മാത്രം നോക്കിയിരിക്കാൻ പറ്റില്ല. ദേ കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി, ദേ കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ്. അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുണീക്നെസ്സിൽ എത്തിയിട്ടുള്ള ഓൺട്രപ്രണീറിയൽ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിന് പോലും കുറെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ടാക്സ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ എത്ര പെർസെന്റേജ് ആൾക്കാർ ടാക്സ് പേയേഴ്സ് ഉണ്ട് നോക്കിയാൽ ചുരുക്കം ചില ആൾക്കാരുള്ളൂ. ഇവരെ ടാക്സ് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യണത് എല്ലാം കെട്ടിപ്പടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ള. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് യുണീക്നെസ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം. ആരെങ്കിലും എനിക്ക് ഒന്നുകൂടി യുണീക്ക് ആവണം, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതിന് എനിക്കൊന്ന് യുണീക്ക് ആവണം, എനിക്ക് എന്റെ യുണീക്നെസ് കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവറേജ് സോണിനെയും ബിലോ ആവറേജ് സോണിനെയും അത് ഏതാണ് ആദ്യം തിരിച്ചറിയണം. പണിയെടുത്തിട്ട് നടക്കാത്ത കാര്യത്തെ അങ്ങ് വിട്ടേക്കണം. പിന്നെ അതിന്റെ മുകളിൽ കുറെ പേര് കെട്ടി മറിഞ്ഞുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യമില്ല, അതങ്ങ് വിട്ടേക്കണം. പക്ഷെ പലർക്കും പേടിയാണ് വിടാൻ. കാരണം യുണീക്നെസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഫോക്കസ് ഒരിക്കലും മണിയിലോ സ്റ്റെബിലിറ്റിയിലോ അല്ല, അവർ ലോങ് ടേമിലേക്കാണ് കാണുന്നത്. അപ്പൊ ചിലര് ചിന്തിക്കാറ് ഈ ജോലി ഉണ്ടെങ്കിലല്ലേ എന്റെ ജീവിതം മുന്നോട്ട് പോകും, ഇതുണ്ടെങ്കിലല്ലേ എന്റെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ ഈ ജോലിയിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരേ ഒരു കാരണം, അതുകൊണ്ട് എന്റെ കുടുംബം മുന്നോട്ട് പോകാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ള ഒറ്റ കാരണമാണെങ്കിൽ ഞാൻ പറഞ്ഞു ആവറേജിലോ ബിലോ ആവറേജിലോ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണമെങ്കിൽ അതിൽ ഒരു ഡെസിഷൻ മാറ്റി നിങ്ങളുടെ എക്സലന്റ് പോയിന്റിലേക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിലോ ആവറേജിൽ കിട്ടിയിരുന്നതിന് എത്രയോ ടൈംസ് റിസൾട്ട് കിട്ടുകയും അപ്പൊ കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നമ്മുടെ ഫാമിലിക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞാൽ. ദെൻ ഓൾസോ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് യുണീക്ക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ യുണീക്നെസ് ടച്ച് ചെയ്ത ആളുടെ ചിന്തകൾ തന്നെ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. ഈ ലോകത്തിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളോ ആരൊക്കെയാണ് ലോകത്തിന്റെ ഗതി മാറ്റിമറിച്ച ചിന്താഗതികൾ ലോകത്തിന് കൊടുത്ത ആരാണെങ്കിലും ഇവരൊക്കെ പഠിക്കുമ്പം ആദ്യം മുതലേ ഇവരുടെ തലകളിൽ ഒരുപാട് ക്രേസി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചിന്താഗതികളും, പക്ഷെ അവരത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ലഭിക്കുന്നത് നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും ചിന്തിക്കാത്തത് പോലെ ചിന്തിക്കുന്നവർക്കാണ് എല്ലാവർക്കും ലഭിക്കാത്തത് എന്ത് ചെയ്യാം ലഭിക്കുക എന്നുള്ളത്. സോ ഇഫ് യു കീപ് ഓൺ ഡൂയിങ് വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് യു കീപ് ഓൺ ഗെറ്റിംഗ് വാട്ട് യു ഹാവ് ബീൻ ഗെറ്റിംഗ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ലൈഫ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ ട്രൂ ആയിട്ട് ചോദിക്കണം. വേറെ ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആക്കിപ്പിക്കരുത്. മനസ്സിലായേ? ഈ ചില ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു പോളിസി ഉണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാല് ചില ആൾക്കാർ ധരിച്ചു വെച്ചത് കഷ്ടപ്പാടിലൊക്കെ നിന്ന് ഇതൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാൻ. അങ്ങനെയല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നാണ് അതിൽ ഫുൾ ഹാപ്പി ആയിരിക്കും. അതിലൊരു പരാതി വരയ്ക്കില്ല. കഷ്ടപ്പാടോണ്ട് അങ്ങനെ തൃപ്തിപ്പെട്ട് പോലെ അങ്ങനെയൊക്കെ അല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ യു വിൽ ബി ഫുള്ളി ഹാപ്പി. അതിലൊരു പരാതി പോലും ഉണ്ടാവില്ലെന്നല്ല. പിന്നെ നിങ്ങൾ അതിനെ പറ്റി മറ്റൊരു പ്രാർത്ഥന കാര്യങ്ങൾ, കാരണം യു ആർ ഓൾറെഡി ഹാപ്പി, ദർ ഇസ് നോ പ്രയർ ഫോർ, അതിനുവേണ്ടി ഒരു പ്രയർ പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നില്ല. അപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന രീതിയിൽ ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ലൈഫ്?
വാട്ട്സ് ഹാപ്പനിങ് വിത്ത് മീ. അല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനൊന്നും ആയ പോരാ, ഇങ്ങനൊന്നും ആയ പോരാ, ഇങ്ങനൊന്നും ആയ പോരാ, ഞാൻ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരാൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ഹയർ കോൾ, ദാറ്റ് ഈസ് എ യുണീക് കോൾ. അത് നമ്മളോട് നിന്ന് എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് കുറച്ച് ജീവിക്കുമ്പോഴേക്കും ജീവിതമൊക്കെ മടുത്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് വരുന്നുണ്ടെങ്കിൽ അവരവരെ യുണീക്നെസ്സിലും എക്സലന്റിലും എത്തിയിട്ടില്ല. അവർ എത്രയോ കാലം ആവറേജ് സോണിൽ അറിയാത്ത സമയം ചെലവഴിച്ചു. അതുകൊണ്ട് അവരുടെ ഹയർ കോൾ, അവരുടെ ഇൻറ്റ്യൂഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഇൻറ്റ്യൂഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിന് ഒരു മീനിങ് ഉണ്ടാവില്ല. ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. രാവിലെ ആകുന്നു, രാത്രി ആകുന്നു, രാവിലെ ആകുന്നു, രാത്രി ആകുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചിരുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചു സ്കൂളിൽ പോകുന്നു, തിരിച്ചു. ഇതല്ലാണ്ട് അതിന്റെ ഇടയിലൊന്നും ഉണ്ടാവില്ല എന്നല്ല. പിന്നെ ജീവിക്കണമെങ്കിൽ വല്ല ഹോളിഡേയോ വല്ല ഫാമിലി ഗാദറിങ്ങോ വല്ല ഫാമിലി ട്രിപ്പോ കിട്ടണം. ജീവിക്കാൻ വേണ്ടി ഒരാഴ്ച കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. സൺഡേ ഹോളിഡേ അങ്ങ് ജീവിക്കുക. ബാക്കി ദിവസം എഴുതി കൊടുത്തിട്ടുണ്ട് 9 to 5 എനിക്കൊരു തീരുമാനങ്ങളില്ല, അങ്ങ് പറഞ്ഞ തന്നെ എൻ്റെ തീരുമാനം, അതിനനുസരിച്ച് ഞാൻ പോകുന്നു. എഴുതി കൊടുത്തതാണ്. ലൈഫിന്റെ ഒരുപാട് സമയം നമ്മൾ എഴുതി കൊടുത്തു. യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ ദേ ഹാവ് ഫ്രീഡം ഓഫ് ചോയ്സ്. എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. എനിക്ക് ഇപ്പം ഫ്രീ ആണ്, എനിക്ക് അപ്പം ഫ്രീ ആവും. ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഫ്രീഡം ഓഫ് ചോയ്സ്. അതിൽ ഏതെല്ലാം ഫ്രീഡം ഉണ്ട്? ഫ്രീഡം ഓഫ് ടൈം. എനിക്ക് ഏത് സമയത്ത് ഫ്രീ ആണോ, എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട, അപ്പൊ എനിക്ക് ഫ്രീ ആകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യുണീക്നെസ്സിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് മണി, ഫ്രീഡം ഓഫ് ഫിനാൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഒരാളെയും കാത്തിരിക്കേണ്ട, എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരെയും കാത്തിരിക്കേണ്ട, എന്തെങ്കിലും കാര്യങ്ങൾ കൺസേൺസ് ആക്കി വെച്ചിട്ട് ചെയ്യേണ്ട. ഫ്രീഡം ഓഫ് മണി, ഫ്രീഡം ഓഫ് ഫിനാൻസ് എന്നുള്ളതും ആർക്കുള്ളതാണ്? യുണീക്ക് ആയിട്ട് ചിന്തിക്കുന്നവർക്ക്, യുണീക്നെസ് എത്തിയവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചിന്തകളിലെങ്കിലും ആ യുണീക്നെസ്സിലേക്ക് എത്തണമെന്നൊരു ചിന്തയായിട്ട് നമ്മൾ പ്രോസസ് ചെയ്യാം. ചിന്തിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചിന്തകൾ റിജക്ട് ചെയ്യും. ചിന്തകളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം ലൈഫിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. ഇഫ് യു കാനോട്ട് ഹോൾഡ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സമയത്തേക്കെങ്കിലും അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ, ആ ഒരു ക്രേസിയർ തോട്ടിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോഴൊക്കെ നമ്മൾ വേറെ കുറെ ആവറേജ് ബിലോ ആവറേജ് കൺസേൺസ് വെച്ച് അതിനെ കൊന്നു കളയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇഫ് യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഐ ഹോപ്പ് എനിക്ക് തന്ന സമയം ഷാർപ്പ് 1 ആണ്. ആ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോകണ്ട. നമുക്ക് നിർത്താൻ സമയത്ത് ഷാർപ്പ് 12 ഞാൻ ഇവിടെ എത്തുന്ന പറഞ്ഞത് ഒരു 10 മിനിറ്റ്സിന്റെ അടുത്ത് ഞാൻ ലേറ്റ് ആയിട്ട്. റിയലി സോറി ഫോർ ദാറ്റ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ മെന്റേഴ്സിന്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ കുറച്ച് പ്രയാസം. അതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യുന്നില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് അവിടെ ഓടിപ്പോരാൻ. അതുകൊണ്ട് മാത്രമാണ് 10 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ റിയലി സോറി ഫോർ ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ യുണീക്നെസ് കണ്ടെത്താൻ വേണ്ടി പറ്റട്ടെ. അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഈ യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെടുന്നത്. അത് വളരെ യുണീക്കായ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും പലതും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ അതിനെ ഓരോരുത്തരും എടുത്തിട്ട് അതിനെ പലതാക്കി മാറ്റുമ്പോൾ ദാറ്റ് ഈസ് യുണീക്നെസ്. ഇപ്പൊ ഹുസ്നയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹുസ്ന ആ കിട്ടിയ അറിവിനെ എടുത്തിട്ട് നേരെ യു ടു യു എന്നൊരു സംഭവമാക്കി മാറ്റുമ്പോൾ, മുൻസാട്ട് അതിനെ നേരെ ആർട്ടാക്കി മാറ്റുന്ന സമയത്ത് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് നേരെ അതിനെ യുണീക്നെസ് കണ്ടെത്താനുള്ള മറ്റൊന്നാക്കി മാറ്റുമ്പോൾ ഇത് തന്നെയാണ് യുണീക്നെസ്. ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത് ഒരേ സമയം, ഒരേ വെളിച്ചം, ഒരേ വായു, ഒരേ വിഭവങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. ആ ഒന്നിൽ നിന്നും എടുത്തിട്ട് അതിനെ പലതാക്കി മാറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് യുണീക്നെസ് എന്നുള്ളത് തന്നെ. അതിന് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. എല്ലാ വിശ്വസും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയിക്കുന്നു. ഇനിയും ഇതിലേറെ വലിയ വലിയ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനും അതിലൂടെ ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും എൻലൈറ്റൻ ചെയ്യാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.